ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 വരുന്ന ടോപ്പിക്കാണ് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം ഓൾസോ കോൾഡ് ഫസി ന്യൂറൽ ഹൈബ്രിഡ്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് അതുപോലെ തന്നെ ഫസി സിസ്റ്റം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ ഒരു ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോർമൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സിൽ എങ്ങനെയാണ്, അതായത് നമ്മൾ ഡാറ്റ സാമ്പിൾസ് കൊടുത്തിട്ട് എന്ത് ചെയ്യിപ്പിക്കും, ട്രെയിൻ ചെയ്യിപ്പിക്കും അല്ലേ, ട്രെയിൻ ചെയ്യിപ്പിക്കും. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻപുട്സ് കൊടുക്കും, ദെൻ കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കും അല്ലേ. ഇനി ഒരു ഫസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് സെറ്റ് ഓഫ് റൂൾസ് ആണ് വരുന്നത് അല്ലെ, റൂൾസ് ആണ് അവിടെ, ഡിസിഷൻ മേക്കിംഗ് ആണ് വരുന്നത്. ആ റൂൾസ് വെച്ചിട്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇഫ് ടെമ്പറേച്ചർ ഈസ് ഹൈ ആൻഡ് ഹ്യൂമിഡിറ്റി ഈസ് ഹൈ ദെൻ റൂം ഈസ് ഹോട്ട് അല്ലെ. പിന്നെ കുറേ സെറ്റ് ഓഫ് റൂൾസ് വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യിക്കുമ്പോൾ എങ്ങനെ വരുന്നത്, അതായത് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിലെ അതായത് ലേണിംഗ് അൽഗരിതംസ് അല്ലെ, ലേണിംഗ് അൽഗരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സാമ്പിൾ ഡാറ്റാനെ പ്രോസസ് ചെയ്യുന്നു. സാമ്പിൾ ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതായത് നമുക്ക് എന്താ വേണ്ടത്, റൂൾസ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, റൂൾസ് ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ കുറേ റൂൾസുകളെ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പിൾസ് ഇട്ട് കൊടുത്തിട്ട്, ഈ റൂൾസിന്റെ തന്നെ സാമ്പിൾസ് ഇട്ട് കൊടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, so it is a learning mechanism that utilizes the training and learning algorithm from neural network to find parameters of an fuzzy system. അപ്പോൾ ഫസി സിസ്റ്റം പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതായത് ഫസി സെറ്റ്, ഫസി റൂൾസ്, ഫസി നമ്പേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എൻ ഫസി സിസ്റ്റം ദാറ്റ് ഡിറ്റർമിൻ ഇറ്റ് പാരാമീറ്റേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് പാരാമീറ്റേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് ന്യൂറൽ നെറ്റ്വർക്ക് തിയറിയിലെ ലേണിംഗ് അൽഗരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സാമ്പിൾ ഡാറ്റനെ പ്രോസസ് ചെയ്യുന്നു. സാമ്പിൾ ഡാറ്റ പ്രോസസ് ചെയ്തിട്ടാണ് പാരാമീറ്റേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് ഫസി റൂൾസ് ഡിറ്റർമിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇന്റലിജന്റ് സിസ്റ്റം ആണ് that fuses artificial neural networks and fuzzy logic by combining the learning and connectionist structure of neural network with human-like reasoning style of fuzzy system. Okay, അതായത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സും അതുപോലെ തന്നെ ഫസി ലോജിക്, ഫസി സിസ്റ്റം കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചേക്കാണ്. So neuro-fuzzy hybridization is widely termed as fully neural networks or neuro-fuzzy system (NFS). Then the neuro-fuzzy is divided into two areas. First വരുന്നത് linguistic fuzzy modeling focused on interpretability, അതായത് mainly the Mamdani model. Then precise fuzzy modeling focused on accuracy, അതായത് Sugino model. Okay, ഇനി നോക്കേണ്ടത് characteristics of neuro-fuzzy hybrids ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അതിൻ്റെ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 3 ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേരിയബിൾ ആണ്, ദെൻ സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഫസി റൂൾസ് ആണ്, ദെൻ തേർഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ് ശരിക്കും ന്യൂറൽ നെറ്റ്വർക്ക്സും അതുപോലെ തന്നെ ഫസി ലോജിക്കും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്ത് വേണം, അതായത് ഫസി റൂൾസ് അല്ലേ, ഫസി സിസ്റ്റം പാരാമീറ്റേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം, സാമ്പിൾ ഡാറ്റാസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ആ ഫസി റൂൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതുപോലെ ഫസി സെറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ന്യൂറോ ഫസി സിസ്റ്റം അവിടെ എങ്ങനെയാണ് ട്രെയിനിങ് നടത്തുന്നത്, അതായത് ന്യൂറൽ നെറ്റ്വർക്ക് തിയറിയിൽ നിന്നുള്ള ഡാറ്റ ഡ്രിവൺ ലേണിംഗ് മെത്തേഡ്സ് വെച്ചിട്ട്, വേറെ ഒന്നുമല്ല സാമ്പിൾ ഡാറ്റാസ് കൊടുത്തിട്ടാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഫിഗറിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. 3 ലെയേഴ്സിന്റെ കേസ് പറഞ്ഞു. ഫസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വേരിയബിൾസ് ആണ്, ദെൻ സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഫസി റൂൾസ് ആണ്, ദെൻ ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വേരിയബിൾസ് ആണ്. ഓക്കെ, ഇവിടെ ഫസി സെറ്റുകളെല്ലാം തന്നെ കണക്ഷൻ വെയിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂറോ ഫസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഫസി റൂൾസ് ആണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ഇനീഷ്യലൈസ് ചെയ്യുന്നത്, ഇൻ ദി ഫോം ഓഫ് ഫസി റൂൾസ്. ഓക്കെ, ഇൻ ദി ഫോം ഓഫ് ഫസി റൂൾസ് ബേസ്ഡ് ഓൺ ദി പ്രയർ നോളേജ് അവൈലബിൾ. ദെൻ ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് കോപ്പറേറ്റീവ് ന്യൂറോ ഫസി സിസ്റ്റം അതുപോലെ ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കോപ്പറേറ്റീവ് ന്യൂറൽ ഫസി സിസ്റ്റം നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സും അതുപോലെ തന്നെ ഫസി സിസ്റ്റം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
Okay, the ANN attempt to learn the parameters from the fuzzy system. അപ്പോൾ തന്നെ 4 different kinds വരുന്നുണ്ട്. 4 different kinds of cooperative fuzzy neural networks are shown in figure below. നമുക്ക് ഓക്കെ, അപ്പോൾ 4 different types ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താ ചെയ്യുന്നത്, അതായത് ഫസി സിസ്റ്റം പാരാമീറ്റേഴ്സിനെ ലേൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, ട്രെയിനിങ് ഡാറ്റാസ് വേണം അല്ലേ. അതായത് ഫസി റൂൾസ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്യാണ്, ഡിറ്റർമിൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫസി റൂൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഒരു ടെമ്പറേച്ചറിന്റെ കേസ് എന്നാ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ ഈസ് ഹൈ, അങ്ങനെയാണെങ്കിൽ ഹ്യൂമിഡിറ്റി എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ ഇഫ് ടെമ്പറേച്ചർ ഈസ് ഹൈ ആൻഡ് ഹ്യൂമിഡിറ്റി ഈസ് ഹൈ, അങ്ങനെയാണെങ്കിൽ റൂം ഈസ് ഹോട്ട് അല്ലേ. അപ്പം അങ്ങനെ വേണ്ട റൂൾസുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യാണ്. ട്രെയിനിങ് ഡാറ്റാസ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറേ ഫസി റൂൾസ് ഉണ്ടാവും അല്ലേ. അപ്പം അതെല്ലാം എന്ത് ചെയ്യുന്നു, ഫസി സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. അതുകൂടാതെ ഫസി സെറ്റും ഫസി സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇവിടെ ഫസി സെറ്റ് ആണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് നിന്ന് കിട്ടുന്നത്. അതായത് ഫസി സെറ്റ് ആണ് ലേൺ ചെയ്യിപ്പിക്കുന്നത് ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ട്. അപ്പൊ ഫസി സെറ്റ് എങ്ങനെയാണ്, അതായത് ഡാറ്റ മാത്രമാണ്, റൂൾസ് അല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചറിന്റെ കേസിന് എടുക്കാം. ടെമ്പറേച്ചർ ഇപ്പോൾ 80°C. ഓക്കെ, ഡാറ്റ മാത്രമാണ് ഫസി സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. ഫസി റൂൾസ് എങ്ങനെയാണ് വരുന്നത്, അതായത് ഫസി ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഫസി റൂൾസ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫസി റൂൾസ് അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെ അവിടെ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് ഈ ഒരു ഫസി സിസ്റ്റത്തിൽ. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഫസി മെമ്പർഷിപ്പ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആണ് ലേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക്സിന് ഫസി മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പോൾ അത് പറയുന്നത് ഫസി സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഫസി സിസ്റ്റത്തിൽ എങ്ങനെയാണ്, അതായത് ഫസി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ റൂൾസ് ഉണ്ടായിരിക്കും. റൂൾസിന് കറസ്പോണ്ടിങ് ആയാലും എന്ത് വേണം, ഫസി മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് വേണം അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഫസി മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് ആണ്, ഓരോ റൂൾസിനും കറസ്പോണ്ടിങ് ആയുള്ള ഫസി മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് ആണ് ഇവിടെ, പാരാമീറ്റേഴ്സ് ആണ് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സിന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എറർ കമ്പ്യൂട്ടിംഗ് മൊഡ്യൂൾ കാണും. അതായത് എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ തിരിച്ചൊരു ഫീഡ്ബാക്ക് പോലെയാണ്. ഓക്കെ, തിരിച്ച് വീണ്ടും ന്യൂറൽ നെറ്റ്വർക്ക്സിലേക്ക് പോയിട്ട് ആ എറർ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും മെമ്പർഷിപ്പ് ഫംഗ്ഷൻ, ഫസി മെമ്പർഷിപ്പ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സിനെ വീണ്ടും ജനറേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. ദെൻ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടുകയാണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതാണ് നാലാമതായിട്ട് വരുന്നത്. ഇവിടെ നേരത്തെ സെയിം തന്നെയാണ്. അവിടെ എങ്ങനെയായിരുന്നു, ഫസി മെമ്പർഷിപ്പ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ റൂൾ വെയ്റ്റ്സ് ആണ്. എല്ലാ ഫസി റൂൾസിനും കറസ്പോണ്ടിങ് ആയുള്ള റൂൾ വെയ്റ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു എറർ, എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതാണ് എറർ കമ്പ്യൂട്ടിംഗ് മൊഡ്യൂൾ തിരിച്ച് വീണ്ടും ന്യൂറൽ നെറ്റ്വർക്ക്സിലേക്ക് തന്നെ പോകുന്നു. എങ്ങനെയാണ് ഈ ഒരു റൂൾ വെയിറ്റ് വരുന്നത്, അതായത് ആ റൂളിന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ആ ഒരു റൂൾ വെയിറ്റ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ദേ ആർ ദെൻ മൾട്ടിപ്ലൈ വിത്ത് ദി റൂൾ ഔട്ട്പുട്ട്. റൂൾ ഔട്ട്പുട്ടിന്റെ കൂടെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇനി വരുന്നത് ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം NFHS resembles neural networks where a fuzzy system is interpreted as a neural networks of special kind. ഈ ഒരു ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസി സിസ്റ്റം അതുപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, ദി ആർക്കിടെക്ചർ ഓഫ് ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം gives it an advantage because there is no communication between fuzzy system and neural networks. ഓക്കെ, അപ്പോൾ അതിന്റെ ഫിഗർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. അതായത് ഫസി സിസ്റ്റത്തിലെ റൂൾ ബേസ് നമുക്കറിയാലോ, അതായത് ഫസി ഇൻഫറൻസ് സിസ്റ്റത്തിലെ റൂൾ ബേസ്, ആ ബ്ലോക്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, നോളേജ് ബേസിൽ വരുന്ന റൂൾ ബേസ് അതുപോലെ ഡാറ്റ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസി സിസ്റ്റം റൂൾ ബേസ് ആണ് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഫസി സെറ്റുകളാണ് എന്തായിട്ട് വരുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക്സിലെ വെയ്റ്റ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇൻപുട്ട് വേരിയബിൾസ്, ഔട്ട്പുട്ട് വേരിയബിൾ, ഫസി റൂൾസ് ഒക്കെയാണ് ന്യൂറോൺസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഫോർമുലേറ്റ്സ് റൂൾ ബേസ്, അതായത് ഇഫ് ദെൻ റൂൾസ് എല്ലാം തന്നെ ഇവിടെ ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, കൺട്രോൾ ഔട്ട്പുട്ട്, ദെൻ സിസ്റ്റം അണ്ടർ കൺസിഡറേഷൻ, ദെൻ സിസ്റ്റം സ്റ്റേറ്റ്. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും, അതായത് ഇപ്പോൾ സിസ്റ്റം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്, സിസ്റ്റം ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടിംഗ് എറർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം,
ആ ഒരു എറർ എന്ന് പറയുന്നത് പിന്നെ കറക്റ്റ് ചെയ്യണം അല്ലേ? അപ്പൊ തിരിച്ച് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സിലേക്ക് എൻ്റർ ചെയ്യാണ്. എന്നിട്ട് എറേഴ്സ് എല്ലാം തന്നെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? റൂൾസ് എല്ലാം തന്നെ ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഔട്ട്പുട്ട് കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, അവിടെ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? എറേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടിംഗ് എറർ എന്നുള്ള ആ ഒരു ബ്ലോക്കിലേക്ക് വരാനായിട്ട് പറ്റും. പിന്നെ തിരിച്ച് ന്യൂറൽ നെറ്റ്വർക്ക്സിലേക്ക് വീണ്ടും എൻ്റർ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം? എറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യണം. അതായത് പാരാമീറ്റേഴ്സിനെല്ലാം തന്നെ ലേൺ ചെയ്യിപ്പിച്ചെടുക്കണം അല്ലേ? ഫസ്റ്റ് പാരാമീറ്റേഴ്സിനെല്ലാം തന്നെ ലേൺ ചെയ്യിപ്പിച്ചെടുക്കണം. ഓക്കെ. So in this figure, the rule base of first system is assumed to be neural network. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെറ്റ് ആണ് അവിടെ വെയിറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ റൂൾസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട് വേരിയബിൾസ് എല്ലാം ന്യൂറോൺസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ. അതുപോലെ ഫസി നോളേജ് ബേസിലാണ് ഈ ഒരു റൂൾ ബേസ് അതുപോലെ തന്നെ ഡാറ്റാ ബേസ്, അതായത് അതിന് കറസ്പോണ്ടിങ് ആയുള്ള മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് അല്ലേ? ഇതെല്ലാം എങ്ങനെയാണ്? ന്യൂറോൺസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. Membership function expressing the linguistic term of inference rule should be formulated for building an fuzzy controller. However, in first system, no formal approach exists to define this function. ഇനി നമുക്കറിയാം ഈ ഒരു ഫസി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഫസി റൂൾസ് അതുപോലെ ഫസ്റ്റ് സെറ്റിന് കറസ്പോണ്ടിങ് ആയുള്ള മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യണം. അതാണ് ആ ഒരു നോളേജ് ബേസിലെ ഡാറ്റ ബേസിൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ്? ഷേപ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഒരു ഫസി സിസ്റ്റത്തിൽ വരുന്ന ഏറ്റവും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെമ്പർഷിപ്പ് ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സ് ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്. പക്ഷെ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? അവിടെ ലേണിംഗ് റൂൾസ് വരുന്നുണ്ട്. ആ ലേണിംഗ് റൂൾസ് വെച്ചിട്ട് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഷേപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. Okay, using learning rules, the neural network must optimize site parameters by fixing a distinct shape of the membership function. For example, ആണ് triangular case ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി the neuro-fuzzy hybrid system can also be modeled in another method. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് ഡാറ്റ സെവറൽ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ ക്ലസ്റ്ററും എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് റൂൾസ് ആണ് അല്ലേ? ഈച്ച് ക്ലസ്റ്റർ ഈസ് ഡിസൈൻ ടു റെപ്രസെന്റ് ആൻ പർട്ടിക്കുലർ റൂൾ. Okay. These rules are defined by the crisp data points and are not defined linguistically. Okay. ഇതൊക്കെയാണ് ഈ ഒരു ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.